ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ ഇന്ന് ദുവാമിക്ക് സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അപ്പോൾ അവളെ റെഡിയാക്കി സ്കൂളിൽ വിടണം. ദിവാച്ചിയുണ്ട്, അപ്പോൾ ഫുൾ അലമ്പാണ്. അപ്പോൾ കുറച്ച് പണികളുണ്ട്. അപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് പോവാം. ഇന്നലെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യമുള്ള മാവ് മാത്രം ഈ ഒരു പദത്തിലോട്ട് എടുത്തു. ദുവാമിയുടെ ദോശ ഞാൻ ഇഡലി വേണം ചോദിച്ചിട്ടുണ്ടാക്കാം. ചമ്മന്തിക്കുള്ള തേങ്ങ ഇരുന്നിട്ട് നമ്മുടെ ചായക്കാരൻ ചായ വെച്ചിട്ട് മതി. ചമ്മന്തിക്കുള്ള തേങ്ങ ചെല്ല. ഇഡലിയാളും ദോശയാളും ചോദിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും ഇഡലി വേണം, ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും ദോശ വേണം. ഇതാണ് ദുവാമിയുടെ സ്വഭാവം. ദുവാമോളുടെ സിബ് വെക്കാൻ കൊടുത്ത ഉടുപ്പ് കിട്ടിയിട്ടില്ല ഇന്ന് രണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്കാൻ പോകുന്നതിന് മുമ്പ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടുപ്പ് കിട്ടെങ്കിൽ അവളെ റെഡിയാക്കി നിർത്താൻ പറ്റുള്ളൂ. ചായയൊക്കെ തിളച്ച് ചായക്ക് റെഡി. തേങ്ങ ഇതുകൊണ്ട് ചേണ്ടി വെച്ചിട്ട് തരാം. തേങ്ങ ചിരണ്ടിട്ടും ഇത് മൂടി വെച്ചിട്ടും എന്നിട്ട് ചായ കുടിക്കാം. എനിക്ക് രാവിലെ ചൂടോടെ ചായ കുടിക്കണേ. പണികളൊക്കെ ചെയ്യാനായിട്ടൊരു കിടപ്പുണ്ടെങ്കിലും ചായ തണുത്ത് പോകുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ബാക്കി പണിയാന്ന് വിചാരിച്ചു. ഇന്നത്തെ നമുക്ക് സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നേരത്തെ ഇന്ന് നമുക്ക് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. അതുകൊണ്ടാണോന്നറിയില്ല എന്ന് എഴുന്നേക്കുന്നത് കുറച്ച് താമസിച്ചാണ് ഇന്ന് എഴുന്നേറ്റത്. ദുവാമി അങ്ങനെ സാമ്പാറൊന്നും കൂട്ടത്തില്ല. ചമ്മന്തി ആകുമ്പോൾ എല്ലാത്തിനും കൂടെ കൂട്ടിക്കണം. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ട് ദോശ മതിയെന്ന് പറഞ്ഞിട്ടാ പോയേക്കുന്നത്. പറയാൻ പറഞ്ഞു. പപ്പിച്ചും പോലും കൂടെ തയ്ച്ച് ഉടുപ്പ് മേടിക്കാൻ വേണ്ടി പോയേക്കുക. വരുന്നു. അങ്ങനെ ചമ്മന്തി റെഡിയായി. അപ്പോൾ വാപ്പിച്ചി മോളും കൂടി ഉടുപ്പം മേടിച്ചിട്ട് വരുന്നതിനുള്ളിൽ ദുവാമിക്കുള്ള ദോശ രണ്ടുമൂന്നെണ്ണം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാം. കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങ് റെഡിയാക്കാമല്ലോ. ചമ്മന്തിയുടെ തീ ഓഫ് ചെയ്തില്ലായിരുന്നു.
ദിവസം അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. എന്താക്കോ റെഡിയാക്കാൻ സമ്മതിക്കുന്ന പോലെ അറിഞ്ഞൂടാ. ചിരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താ കയ്യിലെടുത്തോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ കിടന്ന് ഫുൾ ബഹളമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഉറങ്ങത്തുമില്ല. ഇനി അതാണ് പ്രശ്നം. ഉറങ്ങിയിരുന്നെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ദുവാമീനെ റെഡിയാക്കി ജോലിയും തീർക്കാമായിരുന്നു. അവിടെ കൈ അടങ്ങിയിരിക്കും പിന്നെ. ദോശയുടെ ഷേപ്പ് വരും മഴപ്പ്. ദോശ ഉണ്ടാക്കുക അല്ലേ? അതെ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അതേന്ന് പുതിയ ഉടുപ്പിട്ടേ. ഇരുന്നോ കുഞ്ഞെടുത്ത് കഴിക്കും. ദോശ കഴിക്കും. ഇത് വാമി തന്നെത്താനെ തിന്നിട്ടൊന്നുമില്ല. തിന്നിട്ടാ പറഞ്ഞു വാമി തന്നെത്താനെ വാരിത്തില്ലെന്ന് പറഞ്ഞേ. വാരിത്തറ്റേ എടുക്കാൻ ചെയ്തരാവേ. തിരിഞ്ഞേക്ക്. ഗുഡ് ഗേൾ ആണ് കേട്ടോ ദുവാമി. ദുവാമി വലിയ കൊട്ടം കൊച്ചായതുകൊണ്ട് ദുവാമി തന്നെത്താന ചോറ് തിന്നും ദോശ തിന്നും അല്ലേ? സ്കൂളിൽ പോണത്തിന് പാട്ട് പഠിക്കേ. അയ്യോ അയ്യോ പൊരിച്ചെടുക്ക് നിനക്ക് എന്നെ പൊരിച്ചെടുക്ക് അങ്ങുവാനിക്കോനെ നിന്നെ അമ്പില നിന്നെ കണക്ക് ചാത്തി ആമര കുന്നനോ അങ്ങനെ ദുവാമി സ്കൂളിൽ പോ റെഡിയായി. പഠിക്കോ. സ്കൂളിൽ പോകണം. ഫ്രോക്കിന്റെ ഭംഗിയുണ്ടോ? വെള്ളം മറിയും. അപ്പോൾ നമുക്ക് രാവിലെ ദോശയും ചമ്മന്തിയും പിന്നെ മുളക് അപ്പം എല്ലാം കൂടെ കൂട്ടി കഴിക്കാം. ഓക്കെ. അപ്പം ഇന്ന് തൊട്ട് ദുവാമയുടെ ക്ലാസ് സ്കൂൾ അടയ്ക്കുവാണ്. ഇനിയിപ്പോൾ ദിവസം വെക്കേഷനല്ല. വെക്കേഷൻ നമ്മൾ എറണാകുളത്ത് പോവാണ്. എൻ്റെ വീട്ടിൽ പോവാണ് അല്ലേക്കാ. അപ്പം നാളെ രാത്രിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഒതുക്കാനൊക്കെ ഉണ്ട്. ഒതുക്കിയിട്ട് വേണം പോകാൻ. ടീച്ചർക്ക് ഒന്നും ചെയ്യത്തൊന്നുമില്ല. വരിക മാറിക്കിടക്കാം. പിറ്റേ ദിവസം ചെയ്തിട്ട് ജോലിക്കുക. രാത്രി ഒന്ന് മാറിക്കിടക്കാം. ഞങ്ങളില്ലെങ്കിൽ പകൽ പോലും ഇങ്ങോട്ട് ഇവിടെ വരത്തില്ല. അപ്പോൾ ഫുള്ളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം നാളെ പകൽ സമയം ഉണ്ടെങ്കിലും ചിലപ്പോൾ പറ്റത്തില്ല. കാരണം ദുവാമൂളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി നടക്കില്ല. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഒതുക്കണം. ബാക്കി നമുക്ക് നാളെ ഒതുക്കണം. അപ്പോൾ കുറേ പണികളുണ്ട്. അച്ഛനേക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ രാവിലെ ദോശ കഴിക്കട്ടെ. ഓക്കെ ഓക്കെ പറഞ്ഞത് ചേച്ചി. ഓക്കെ. എനിക്കതാ വന്നപ്പോൾ അയില വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിച്ച് കറിയാക്കാം. ഫ്രിഡ്ജിൻ്റെ അകമെല്ലാം ഒതുക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പണികളൊക്കെ തീർന്നു. ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പം മീൻ പൊരിച്ചില്ലായിരുന്നു. മീൻ പൊരിക്കാൻ മറന്നുപോയി. മീനൊക്കെ പൊരിച്ചേക്കാം. പിന്നെ കുറച്ച് പാത്രമുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് പാത്രം കൂടെ കഴുകാം. ആ പണി കൂടെ കഴിയും. ഇന്നലെ ഇരിക്കാന്നപ്പോൾ കൊണ്ടുവന്ന മിഠായി. സ്വാമിക്ക് ഇത് ഇഷ്ടമല്ല. നട്ട്സ് എന്നുള്ള മിഠായി അവളങ്ങനെ കഴിക്കില്ല. ഞാൻ തന്നെ കഴിക്കണം.
കുറച്ചുകൂടെയൊക്കെ ഒതുക്കാനുണ്ട്, ചെയ്യണം. പിന്നെ നാളെ രാത്രിയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ നാളെ ഇട്ട് വെക്കാം. എന്നാലും ഉണ്ട് എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ട്, ഓർക്കുന്നില്ല. നോക്കാം. വേറെന്തോ പാട്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതിന് തൊട്ടടുത്ത് പള്ളിയുണ്ട്, പള്ളിയിൽ എന്തോ പരിപാടി എന്തോ അവിടുന്ന് പാട്ടൊക്കെ കേൾക്കുന്നത്. അപ്പതായിക്ക ചോറ് കഴിക്കാൻ വന്നു. ഞാൻ കുളിച്ചു. നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. ചോറും മീൻകറിയും മീൻ വറുത്തേ. ബാബാ കഴിക്കാം. അവളിപ്പൊ കഴിച്ചതെങ്കിൽ അവള് പിന്നെ കഴിക്കത്തില്ലേ? ആ വെറുതെ കയറ്റുന്നോടി, വെറുതെ കയറ്റോ? കള്ളി സ്വന്തം കുപ്പിയിലെ വെള്ളം കുടിക്കത്തില്ല, വെള്ളത്തിന്റെ കുപ്പിയിലെ വെള്ളം കുടിക്കും. മറിയാ ഇയാൾക്ക് സ്ഥിരമുള്ളതാ. ആരാത്? ആക്രാന്തം കൂടിയപ്പോ കിട്ടുന്നില്ല. വെള്ളം കിട്ടിയാ? ചുമ വരുന്നില്ലടി, വരുത്താൻ നോക്കുക. ഇനിയിപ്പോ അവളുടെ ഇരിക്കുന്ന വള വേണവേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാളെ വീട്ടിൽ പോവാന്ന്. അപ്പൊ നാളെ പോകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുമായിരുന്നു. കാരണം നാളെ രാവിലെയൊക്കെ പിള്ളേർ രണ്ടും കൂടെ കൊണ്ട് തിരക്കും ബഹളമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ വിട്ടു നോക്കട്ടെ വീട്ടിൽ ചെന്നേക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം, ഏതൊക്കെ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം. കാരണം എൻ്റെ മാത്രമേ പോരല്ലോ, എൻ്റെ 5 കാണുള്ളൂ. പിള്ളേരുടെ 2 പേരുടെ ആയിരിക്കും ഇവിടെ കൂടുതലും. അപ്പോൾ ആദ്യം എൻ്റെ എടുത്ത് വെക്കാന്ന് വെച്ചു. എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിള്ളേരുടെ എടുത്ത് വെക്കാം. ഓക്കെ. ദുവാമയും ദിവാച്ചി ഇപ്പോൾ ഉറങ്ങി കേട്ടോ. അവർ ഉറങ്ങിയ സമയത്താണ് ഇതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നത്. പിന്നെ ഇക്കയുടെ 2-3 ഷർട്ടും കൂടെ തേച്ച് വെക്കണേ. കാരണം ഞാൻ ഇല്ലെങ്കിൽ തന്നെ തേച്ചൊക്കെ ഇടും. പക്ഷെ എനിക്ക് ഞാൻ ഉള്ളപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇടും. ഞാൻ ഇല്ലാത്തപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് പോകാനുണ്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇക്കയുടെ 5-6 ഷർട്ടും കൂടെ അങ്ങ് തേച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ചെറിയ പെരുന്നാളുണ്ടല്ലോ, കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടാനും നല്ല സുഖമാണ്. എങ്ങനെയുണ്ട്? ഒക്കെ നിങ്ങൾ പല വീഡിയോയിൽ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാനിങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് വേണേൽ കാണിച്ചു തരാം. ഓക്കെ. പുറത്ത് ഭയങ്കര മഴയാണ്. സൗണ്ട് ഞാൻ കേൾക്കാൻ പറ്റും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ തിരച്ചിലിനൊടുവിൽ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാനുള്ള ഡ്രസ്സൊക്കെ നമ്മളിതാ ഇവിടെ എടുത്ത് വെച്ചു. പിള്ളേരുടെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എൻ്റെ മാത്രം ഇത്ര നേരം കൊണ്ട് എൻ്റെ മാത്രമേ തപ്പി എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇത്രയൊക്കെ ഞാൻ കൊണ്ടുപോയാലും വെറുതെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഉമ്മിടെ നൈറ്റ് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നാലും കൊണ്ടുപോയില്ലെങ്കിൽ ഒരു ഇഷ്ടം. ഇനി പിള്ളേർ 2 പേരും ഡ്രസ്സ് എടുത്ത് വെക്കണം. പിന്നെ ഇക്ക 2-3 ഷർട്ടും കൂടെ കൊണ്ടുപോകണം. കാരണം ഇപ്പം നമ്മൾ ഇന്ന് പോയാലും നാളെ ഇക്കൊക്കെ ഇടാനും പിന്നെ അടുത്ത വെള്ളിയാഴ്ച അത് നമ്മൾ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇക്കൊക്കെ ഇടാനുള്ള ഡ്രസ്സും ഒക്കെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും. കാരണം ഇക്ക വരുമ്പോൾ ഇങ്ങനെ എടുത്ത് നിർത്തുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് വെക്കണം. ഇനി എൻ്റെ തന്നെ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരുടെ കൂടെ എടുത്ത് വെക്കട്ടെ. അങ്ങനെ അവസാനം നമ്മൾ കൊണ്ടുവരാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെതും പിന്നെ ദുവാമോളുടെയാണ്. ദുവാമോളാണെങ്കിൽ ചുമ്മാ ഫുഡ് കഴിച്ചിട്ടായാലും ഇല്ലെങ്കിൽ ചുമ്മാ വെള്ളം കണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ പോകും. കൈ കഴുകാനും മുഖം കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ ഉടുപ്പ് ഫുൾ നനച്ചിട്ട് അപ്പോൾ അവൾക്ക് ചുമ്മാ ഡ്രസ്സ് മാറി കൊടുക്കണം. പിന്നെ ഒരു വട്ടം ഒന്ന് ബാത്റൂമിലെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഉടുപ്പൊന്നും അവൾ ഇടൂല. അപ്പം അതുകൊണ്ട് തന്നെ അവളുടേതാണ് കൂടുതൽ. പിന്നെ ഉള്ളത് എൻ്റെയാണ്. ദിവാച്ചിലുള്ള അധികമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇക്കൊക്കെ ആകപ്പാടി ഞാൻ 2 ഷർട്ടും 2 ജീൻസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ കണ്ടോ,
ഇത്രയും ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ എടുത്തിരിക്കുന്നത്. കാണുമ്പോൾ 1 മാസത്തേക്ക് പോകാൻ തോന്നും, വെറും ഒരാഴ്ചത്തേക്ക് മാത്രം കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. നമ്മൾ ഈ വ്യാഴാഴ്ച രാത്രി പോയി കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച നമ്മളിവിടെ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് നമ്മൾ ബാഗിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ബാഗിലോട്ട് എടുത്ത് വെക്കട്ടെ. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ 8:30 ഉടുപ്പൊക്കെ മടക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. ഇക്ക 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും വരും. അപ്പോൾ അതിനുള്ളിൽ ഇരിക്കാതെ ഷർട്ടും കൂടെ ഒക്കെ ഒന്ന് തേച്ച് വെക്കണം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ബാഗിലോട്ട് വെക്കട്ടെ. ഓക്കെ, ഇക്കയുടെ 2 ഷർട്ടും ജീൻസും പിന്നെ ബാക്കി എൻ്റെ ഡ്രസ്സ് വെച്ചപ്പോൾ ഈ ഒരു പെട്ടി ഫുള്ളായി. ഇനി പിള്ളേരുടെ ഡ്രസ്സ് വെക്കാനായിട്ട് വേറെ ബാഗ് എടുത്തിട്ട് അതിനകത്തോട്ട് വെക്കാം. അങ്ങനെ ഉടുപ്പൊക്കെ എടുത്ത് വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഇക്ക ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ഇപ്പം ഇക്ക വരും. അങ്ങനെ ഞാൻ ഇക്ക ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ച് കഴിയുമ്പോഴേക്കും ഇക്കാനിങ്ങനെ നോക്കി നിൽക്കണം. അതെന്താണെന്ന് അറിഞ്ഞൂട. അപ്പോൾ ഞാൻ ഇങ്ങനെ വാദിക്ക് ഇക്കാനെ നോക്കി നിൽക്കുകയാണ്. എല്ലാ ദിവസം ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും വിളിക്കും കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളും എല്ലാം മേടിക്കും, നോക്കും ഇങ്ങനെ പാമ്പറുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വിളിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയില്ല ഇപ്പം വരും. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കും, നോക്കാം അപ്പോൾ വരും. പണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിയാക്കില്ലേ, ഞാൻ ശരി വരത്തില്ലേ? എന്നാ നേരത്തെ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങനെയാണ്. നേരത്തെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നേനെ. ആര് പറഞ്ഞു നേരത്തെ വരെ? എന്നാ പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോയില്ലേ ഇത് പറയുന്നു. അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നാളെ പുതിയ വിഷയങ്ങളായിട്ട് വീഡിയോ ഫ്രണ്ട്സ്.